അവരുടെ അടുത്തിടപെട്ടവർക്കൊക്കെ ഉണ്ട്. എന്നാൽ ദൈവം അവരെ ആശ്വസിപ്പിക്കേണ്ടതിനായി ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവസഭാ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതിനു വേണ്ടി ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ആശ്വാസത്തിൻ്റെ ഉറവിടമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ സങ്കടകരവും ദുഃഖകരവും ജീവിതത്തിൽ കൊടുങ്കാറ്റിൻ്റെ അവസ്ഥകളും വരുമ്പോൾ ഞങ്ങളുടെ ജീവിതം കലങ്ങിപ്പോകാതെ, തളർന്നു പോകാതെ അങ്ങയെ നോക്കിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം, സഭാംഗങ്ങൾക്കായി സ്തോത്രം. കർത്താവ്, ഇവിടെ കടന്നു വരുന്ന ഓരോ ദൈവമക്കൾക്കായും പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. തന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊള്ളുമാറാകണമേ. തൃക്കരങ്ങളിലേക്ക് സകലതും സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കീർത്തനം ഇവിടെ വായിക്കും. 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു.
മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്നു, പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളെ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കണ്ണുകൾ നമുക്കടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ വക്കച്ചായൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുമല്ലോ. മനസ്സിലെ ഉള്ള പിതാവും സർവാശ്വാസ്യങ്ങളുടെ ഉറവിടവുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് വേളകളിലും, സന്തോഷവേളകളും സന്താപത്തിൻ്റെ വേളകളിലും കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിത്തരുന്ന ഏത് അവസരത്തിലും അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്കിടയാക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഏത് മനുഷ്യനെ ഉറച്ചു ചെന്നാൽ ഒരു ശാസ്ത്രത്രയാകുന്നുവെന്നും മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെ ആകുന്നുവെന്നും വയലിലെ പൂ പോലെ അത് പൂക്കുന്നു, കാറ്റ് അതന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നുവെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ഓർക്കുവാൻ കർത്താവെ ഈ അവസരം ഞങ്ങൾക്ക് ദൈവം ഒരുക്കിയതോർത്ത് ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയം ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഈ അവസരത്തിലൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഞങ്ങളിൽ നിന്ന് വേർപെട്ടുപോയ സാബുവിനെ ഓർക്കുവാൻ, തൻ്റെ കുടുംബത്തെ ഓർക്കുവാൻ, തൻ്റെ പ്രിയപ്പെട്ടവരെ ഓർക്കുവാൻ കർത്താവെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും താൻ ഞങ്ങളോടൊപ്പമായിരുന്നപ്പോൾ, ദൈവസഭയോടൊപ്പമായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവിക കൂട്ടായ്മ പങ്കിടുവാൻ കർത്താവെ, ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, ഒരുമിച്ച് ആശ്വാസം പ്രാപിപ്പാൻ കർത്താവെ, സന്തോഷവും സങ്കടവും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ച് അനുഭവിപ്പാൻ ദൈവം തന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നന്ദിയോടെ സ്തോത്രം. അവിടുത്തേക്ക് ഇപ്രകാരമായിരുന്നു തിരുഹിതമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഹല്ലേലൂയ. യോബ് പറയുന്നത് പോലെ യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളല്ലോ. ഹല്ലേലൂയ. കർത്താവെ, ഈ സമയം ഞങ്ങൾ പ്രിയ കുടുംബത്തെ ഓർക്കുന്നു, പ്രിയ സഹോദരി ഓർക്കുന്നു, പ്രിയ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, അവരുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. നല്ലൊരു തുണയായി, നല്ലൊരു പിതാവായി കർത്താവെ, നല്ലൊരു സഹോദരനായി, നല്ലൊരു കൂട്ടുവിശ്വാസിയായി ഞങ്ങൾക്കെല്ലാം ആയിരുന്ന അവസരങ്ങളെ കർത്താവെ ഞങ്ങൾ ഓർക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, തൻ്റെ ജീവിതത്തിൽ താൻ കാണിച്ചിട്ടുള്ള നല്ല മാതൃകളെ പിന്തുടർന്നുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകണമേ. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയം ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവരും ദൈവസന്നിധിയിൽ കർത്താവെ പരസ്പരം ആശ്വാസം പ്രാപിപ്പാൻ, ദൈവമേ, ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിപ്പാൻ, തങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ഷണികത മനസ്സിലാക്കുവാൻ എല്ലാം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ്, ഇവിടെ പറയപ്പെടുന്ന വാക്കുകൾ, ഇവിടെ പറയപ്പെടുന്നതായ ആശ്വാസവാക്കുകൾ, ഗാനങ്ങൾ, പ്രാർത്ഥനകളെല്ലാം ഹല്ലേലൂയ എല്ലാവർക്കും ആശ്വാസമായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. ഇവിടെ നിന്ന് ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ കർത്താവെ, ആശ്വാസം പ്രാപിച്ച ഹൃദയത്തോടെ, പ്രത്യാശയോടെ ഹല്ലേലൂയ ഞങ്ങൾക്ക് മടങ്ങിപ്പോകാൻ ദൈവടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഇത്ര ക്ഷണികരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടെ പരിശോധിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഏവർക്ക് ഇടയാക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.
ദേവദാസനെ കരങ്ങളെ ഏൽപ്പിക്കുന്നതിൽ ഇടയുവാനുള്ള കുറവ് കൊടുക്കണമേ. ഗാനങ്ങൾ ആലപിക്കുന്നവരെല്ലാം കർത്താവെ അത് തികഞ്ഞ ഭക്തിയോടെ മറ്റവർക്ക് ആശ്വാസമായി ദൈവമേ ആലപിക്കുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവിടെ സന്ദേശങ്ങൾ പറയുന്ന എല്ലാവരും ഹല്ലേലൂയ ദൈവമേ മറ്റുള്ളവർക്ക് അത് ആശ്വാസമാക്കി പ്രയോജനമായി തീരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ഒരിക്കൽ കൂടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ എല്ലാത്തിലും അവിടെ തന്നെ മഹത്വം എടുക്കണം. യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. All the participants, I would like to welcome those who are attending these condolence services. As we know, Brother Abraham Daniel, we called him lovingly Shabu. The last night he departed from us and entered into glory. We never expect his sudden demise. We never expect such a sudden demise. So I would like to welcome the clergy as a pastor of this congregation and the pastor of Abraham Daniel. As pastor, I would like to welcome you all in the name of Amman Pentecostal Assembly. First of all, I would like to welcome many distinguished guests are with us. I would like to welcome them first. Especially Mr. Harim Ahmad Al-Thai, the chief editor of Al Roya newspaper and the chairman of Al Roya publications are with us. On behalf of the Amman Pentecostal Assembly and the family members of Abraham Daniel, I heartily welcome this condolence service. Then Ann Bow, the circulation manager, is among us. On behalf of the church and the family members, I would like to welcome us in condolence services. Not only that, many colleagues work with Abraham Daniel is with us. I would like to welcome them. The Hatim Ahmad Al-Thai, I already told you, the chief editor of Al Roya newspaper and the chairman of Al Roya publications. Apart from us a sponsor, Mr. Hatim is a nice gentleman, cooperative with all our brothers who work in that organization. Sir, thank you for coming these sorrowful days, and God bless you. Mr. Chandrasekharan, the colleague of Abraham Daniel, the financial controller, thank you for coming to join with us in this sorrowful occasion. Mr. Ahmad Saud, general manager of Al Anil Printing Press, thank you for coming to join with us in this sorrowful occasion. Raja Warrior, editor of Al Roya publications, thank you for coming to join with us in this sorrowful occasion. Other colleagues from Sabu's company, many other colleagues are, number of other colleagues are with us. Thank you for coming to join with us in this sorrowful occasion. On behalf of the Amman Pentecostal Assembly and the family members of Abraham Daniel, let me welcome you, heartily welcome this sorrowful occasion. Sir, your presence are very encouraging to the church, not only to the church, encouraging to the family members. Thank you very much for your presence for all the colleagues of Abraham Daniel. കടന്നു വന്നിട്ടുള്ള ഈ പെട്ടെന്നുണ്ടായ ഈ വേർപാടിൽ സഭയായി നമുക്ക് ദുഃഖമുണ്ട്.
സഭയായി നമുക്ക് വിഷമമുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും സകല ആശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ കടന്നു വന്നിട്ടുള്ള സഭാവിശ്വാസികളായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ പ്രതിനിധീകരിക്കുന്നവർക്കും, പുറത്തുനിന്ന് വന്നിട്ടുള്ളവർക്കും, തന്നോടൊപ്പം ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ, ആ കുടുംബത്തിന് വേണ്ടിയും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും, നമ്മെ എല്ലാവരെയും ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ഫോർ all your cooperation and all your presence in this sorrowful occasion. God bless you in the coming days. മുൻപോട്ട് കടന്നു വന്ന് ചില പാട്ടുകൾ. Is called, I will be there. Those who have died in Christ on that beautiful day, they will rise again. They will wear glory. And when the saints of the Lord gather all there together, I will see him. Let's sing together. കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ പേർക്കുരാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പ്രാർത്ഥനത്തിൽ എൻ്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാൻ ഉയർത്തുക ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും മാത്യൂസ് ജോർജ്, ജോർജ് കെ ഷൗമേൽ, പി ടി ജോൺ, ജോൺസൺ എബ്രഹാം, ഇത്രയും ആളുകൾ മുൻപോട്ട് കടന്നു വരും. ആദ്യം മാത്യൂസ് ജോർജ്, ദെൻ ജോർജ് കെ ഷാമുവേൽ, പി ടി ജോൺ, ജോൺസൺ എബ്രഹാം. Tonight is a matter of sorrow in our eyes, but our dear servant of God, Abraham Daniel, for him matter of joy because he is with the Lord. Though we are having a great grief in our heart, we cannot explain our grief. We can't express it with our words itself, but God knows that we are all having a limited days over here, and we all have to depart from this world because our life is just like an advertisement reel. The real life remains, and it's there for eternity.
Brother Abraham Daniel Sabu Sabchayan is more than a brother to me. The day which I landed in Oman, I was there with Sabchayan. My wife and Sabchayan came to receive me in the airport, along with Johnny Chan, my co-brother-in-law. And we went to their home and we stayed there. We know that family for a long, long time from my childhood. And it's a long-lasting relation which we had. I don't know how to say the words, but one thing I can say, he's a man who was different from many. He had his own personality, his own values. He stood for his words, and he never doubted to say that even to anyone. And he stood for it. Even if he had certain, thoughts, he will never change his thoughts. That way, he was very strong in his, the attitude and the personality. He had a very attracting personality, and he was very lovable, especially to the children. The youngsters, they used to tell me he was one among us because he goes to them, he talks to them, he cares them, he loves every children. His speciality, to be frank, he was a man of hospitality because he used to entertain everyone, and those who come here for a visit or something, they used to be taken care by him. His decisions were firm. He was very, very ardent to his faith. And though certain times he used to be very arrogant on his talks, he was a man of clean heart. He never keeps anything in his heart for a day even. We had worked together along with in councils and all. We had strong fights on decisions, on talks and all, but he will not keep in his mind in the evening. By the meeting, the end of the meeting itself, that will be over. That was his personality, which can be copied by us. Another thing is that he had his whole heart for OPA. He was a man of OPA because his desire was there to have a building for OPA. He wanted to. He was always thinking for having a church of our own, and he had his desire. He presented it in the council and to the church, and he started that initiative to start our church fund. I remember that. Another thing is that he was a man with vision on the charitable works or any kind of future plans and all. He used to have his own ideas, which used to be presented without any hindrances and shame. Another thing is that though he likes everyone, he'd never, refrain from scolding people if he feels that it is right. That was a good personality. For me, as a family, as I said, we had a special relation, but we had a special relation in Vadiyade prayer cell. Many of you remember that we had prayer cells earlier here, and the Vadiyade prayer cell, we used to call it as a universal prayer cell or a mini OPA because we had people from different places. He was always the backbone, very, very stern in the relations between families. Another thing is that he was involved in each and every activity of the church. Like he was in the council as a joint secretary, treasurer, council member, or many portfolios. In Sunday school, as a Sunday school teacher, he had a small stint. He was there in the youth fellowship. He was there in always active along with the Sodari Samajam to support them in auctions and many things. Then the next thing, our dream, OPS SES, he was a part of it, and he was the joint secretary of our SES. He was a man who was full of love, care, and the thought of the church. We can copy many good things what he has left us. We have to uphold the family who is left with us. They are our family. Amen. And we love them. We love our Sabichayan. We will follow the good things he left with us, the good models which we can keep. And I lost my brother. Though in this world I am sure that I can see him
on the other shore. I have many things to say, but I'm closing it out over here with the love. It's a grief-stricken heart, but I'm sure that I have the hope and the peace that passing every understanding of us. Because on the other shore, I will see my brother. May God bless you. Some Bible verses first. 1 Corinthians chapter 15, verse 39 to 42, and then 50 onwards. But God giveth it a body as it hath pleased him, and to every seed his own body. All flesh is not the same flesh, but there is one kind of flesh of man, another flesh of beasts, another flesh of fishes, and another flesh of birds. There are also celestial bodies and bodies terrestrial. But the glory of celestial is one, and the glory of the terrestrial is another. There is one glory of the sun, and another glory of the moon, and another glory of the stars. For one star differeth from another star in glory. So also in the resurrection of the dead, it is sown in corruption. 50 onwards. Now, this I say, brethren, that flesh and blood cannot inherit the kingdom of God, neither doth corruption inherit incorruption. Behold, I show you a mystery. We shall not all sleep, but we shall all be changed. In a moment, in the twinkling of an eye, at the last trump, for the trumpet shall sound, and the dead shall be raised incorruptible, and we shall be changed. For this corruptible must put on incorruption, and this mortal must put on immortality. 55. O death, where is the sting? O grave, where is the victory? ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കണ്ടോളൻസ് മീറ്റിംഗിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ജോൺ ഫിലിപ്പ് അവർകൾ, അൽറോയ പബ്ലിഷിങ്ങിലെ മാന്യ അതിഥികളായി വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, അതുപോലെ നമ്മുടെ സഭാ സഹോദരി സഹോദരന്മാർ, എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രത്യേകാൽ സാബു കുടുംബത്തിനും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. വളരെ ആകസ്മികമായി നമ്മുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞ രാത്രിയിൽ വേർപെട്ട് പോയതായ പ്രിയ സാബുവിൻ്റെ അല്ലെങ്കിൽ എബ്രഹാം ഡാഡിൻ്റെ ദേഹവിയോഗം നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായ ഒരു സംഭവമായിരുന്നു. നിങ്ങളേവരും അറിഞ്ഞിരിക്ക പ്രകാരം ചില നാളുകളായി അദ്ദേഹം സൗഖ്യമില്ലാതെ നാട്ടിൽ ചികിത്സയ്ക്കും മറ്റും പോയി പെട്ടെന്ന് മടങ്ങി വരുമ്പോൾ ഇന്നലെ ഏകദേശം 10 മണിയായപ്പോഴാണല്ലോ ഇത് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. എയർപോർട്ടിൽ നിന്ന് റോയൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വിവരം അറിഞ്ഞ് പെട്ടെന്ന് എനിക്ക് റോയൽ ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ട് ഇടയായി. എന്നാൽ വഴിമധ്യേ വെച്ച് സ്പോർട്സ് കോംപ്ലക്സിൻ്റെ അവിടെ വെച്ച് അദ്ദേഹം ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയി എന്ന് അറിയുവാനായിട്ടാണ് ഇടയായത്. വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ ആ വാർത്ത എനിക്ക് കേൾപ്പാനിടയായത്. നമ്മുടെ സഭയ്ക്ക് വളരെ കോൺട്രിബ്യൂഷൻ ചെയ്തതായ ഒരു വ്യക്തി ജീവിതമായിരുന്നു സാബുവിൻ്റേത്. ദീർഘകാലം ഇവിടെ ആയിരുന്നപ്പോൾ, ഞാൻ സെക്രട്ടറിഷിപ്പിലായിരുന്നപ്പോൾ എന്നോടൊപ്പം ട്രഷറായിട്ടും കൗൺസിലും മറ്റും പ്രവർത്തിച്ചിട്ട് ഉള്ളതുകൊണ്ട് വളരെ ഒരു ക്ലോസ് റിലേഷൻ എനിക്ക് സാബുവുമായിട്ട് ഉണ്ടായിരുന്നു. പ്രയർ സെല്ല് തുടങ്ങി പ്രയർ കോർഡിനേറ്ററായിട്ട്, ബ്രാഞ്ച് കോർഡിനേറ്ററായിട്ട്, ട്രഷറായിട്ട്, ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട്, കൗൺസിൽ മെമ്പറായിട്ട്, ബിൽഡിംഗ് കമ്മിറ്റി മെമ്പറായിട്ട്, സെസ്സിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട്, ഇങ്ങനെ പല തലങ്ങളിൽ നമ്മുടെ സഭയ്ക്ക് പ്രവർത്തിപ്പാനും ദീർഘവീക്ഷണത്തോടുകൂടി നല്ല ആശയങ്ങൾ കൈമാറുവാനും
ആ നല്ല ആശയങ്ങൾ സഭയുടെ ആത്മീക തലത്തിൽ, സാമൂഹിക തലത്തിൽ, ഭരണതലത്തിൽ ഒക്കെ പ്രയോജനപ്പെടുവാൻ പ്രിയ സാബുവിൽ കൂടെ ഇടയായതൊക്കെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ പോയതിന് ശേഷം എനിക്ക് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് കിടക്കയിലാകാനേ സാധിച്ചുള്ളൂ, ഉറങ്ങുവാൻ എനിക്ക് സാധിച്ചില്ല. പല ചിന്തകൾ എൻ്റെ ഓർമ്മയിൽ കൂടെ കടന്നു പോകാനിടയായി. നല്ലൊരു ഹൃദയമുള്ള ഒരു വ്യക്തി ജീവിതമായിരുന്നു. ബിനോയ് ഓർപ്പിച്ച പോലെ ചിലപ്പോഴൊക്കെ ആളുകളോട് ശോഭിക്കാറുണ്ട്, കാര്യങ്ങൾ പറയുമ്പോൾ കർക്കശമാറുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്നേഹിക്കുന്നതായ ഒരു ഹൃദയം തന്നിലുണ്ടായിരുന്നു. സഭാവിശ്വാസികളെ കൂടാതെ ചാരിറ്റി പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ പ്രിയ സാബു വളരെ ഉത്സാഹിയായിരുന്നു. സഭാതലത്തിൽ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SS-ൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ഉൾപ്പെടുവാനിടയായി. ഈ അവസരത്തിൽ അതൊക്കെ ഓർക്കുക മാത്രമേ നമുക്ക് ചെയ്യുവാനുള്ളൂ. നമ്മുടെ ഇടയിൽ നിന്ന് അദ്ദേഹം പോയത് വളരെ നഷ്ടം തന്നെയാണ്. ക്ഷണികമായ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളതായ ഒരു ജീവിതം നയിപ്പാനായിട്ട് ഇടയാകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അക്കാര്യത്തിൽ തനിക്കും തൻ്റെ കുടുംബത്തിൽ ഉള്ളതായ ഗേളി സിസ്റ്റർ, മക്കളായ തിമോത്തി, ലിഡിയ, ജോനാഥാൻ എന്നീ ഇവർക്കും ഇടയായി എന്നുള്ളത് ഞാൻ ഈ സമയത്തെ ഓർക്കുകയാണ്. സാബു ചെയ്തതായ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെയും ട്രെയിൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. സഭാ മീറ്റിംഗ് കഴിയുമ്പോൾ ഈ പായൊക്കെ മടക്കി ഇടിയിപ്പിക്കുന്നതിൽ താൻ കുഞ്ഞുങ്ങളെയും ശ്രദ്ധിപ്പിക്കുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും എല്ലാത്തിലും വളരെ ശ്രദ്ധിക്കുന്നതായ ഒരു വ്യക്തിജീവിതം പുലർത്തി നമ്മെ വിട്ടുപോയതായ പ്രിയ സാബുവിൻ്റെ ഈ ദേഹവിയോഗത്തിൽ ഇവിടെ അനുസ്മരണ യോഗം നടക്കുമ്പോൾ സർവകൃപാലുവായ ദൈവം ആ കുടുംബത്തെ ഏറ്റവും ആശ്വസിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് അവർക്ക് പ്രത്യേകാല ഈ സമയത്ത് അവരുടെ ആശ്വാസത്തിനായിട്ട് പറയുകയും ചെയ്തിട്ട്. ദാനിയേൽ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നു: നീയോ അവസാനം വരെ പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസരത്തിൽ നിന്റെ ഓഹരി വാങ്ങുവാൻ എഴുന്നേറ്റ് വരും. ആ നല്ല സുദിനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ ഒക്കെയും ക്രിസ്തീയ ജീവിതം നയിപ്പാനും ഒരു സുദിനത്തിൽ പ്രിയ സാബുവിനെ നമുക്ക് കാണാമെന്നുള്ളതായ പ്രത്യാശയോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാനും സർവ്വരീതിയിലുള്ളതായ എല്ലാവിധമായ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നിന്ന് കർത്താവ് പ്രിയ കുടുംബത്തിന് ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ ദൈവസന്നിധിയിരിക്കുന്നു. ദൈവമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Of all of you, let me move to my mother tongue, Malayalam. ഈ സഭയുടെ ശുശ്രൂഷകനും പ്രസിഡന്റുമായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, അൽറോയി പബ്ലിഷിംഗ് കമ്പനിയുടെ ചെയർമാൻ ഷെയ്ഖ് ഹത്തീം ഹമീദ് അൽ തായി, മറ്റ് സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ സാബുവിൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല്യമായ നാമത്തിലെ പ്രാരംഭമായി എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വളരെ വേദനാജനകമായ ഈ നിമിഷത്തിലെ പ്രിയ സാബുവിനെ കുറിച്ച് രണ്ടു വാക്ക് പറയുവാൻ എനിക്കും അവസരം തന്ന ഇതിൻ്റെ ചുമതലപ്പെട്ടവരോട് നന്ദിയെ പ്രാരംഭമായി അറിയിച്ചു കൊള്ളട്ടെ. വളരെ സ്നേഹനിധിയായ ഒരു സഹോദരൻ, മറ്റുള്ളവരെ മാനിപ്പാൻ തൽപരനായിരുന്ന, പ്രായമുള്ളവരെ ബഹുമാനിപ്പാൻ സദാ ജാഗരൂകനായിരുന്ന, ആത്മീയ കോളത്തിലെ കള്ളനാണയങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയുന്ന, അനീതിക്ക് വിപരീതമായി ശബ്ദമുയർത്തുന്ന,
ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, സുമുഖൻ, സുന്ദരൻ, ഒരു നല്ല മാതൃകാ പിതാവ്, മാതൃകാ ഭർത്താവ്, നിലകളിലൊക്കെ ഒരു മനുഷ്യായുസ് മുഴുവൻ തൻ്റെ 49 വയസ്സുവരേക്കും ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നിങ്ങളെ ഇവിടെ ഇരിക്കുന്നവരെ, ഈ വാത്സല്യ കുടുംബത്തെ പ്രത്യേകാൽ ശ്രദ്ധിക്കണം. ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ബഹുദൂരം സഞ്ചരിപ്പാനുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കണം. അവർക്ക് മാതൃകാപരമായ ഔദ്യോഗിക ജോലികൾ ലഭിക്കണം. കുടുംബത്തിന് വരുമാനം വേണം. അതിനുവേണ്ടി വ്യക്തിപരമായും ഈ സഭയും ഇതിൻ്റെ സെസിൻ്റെ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ ഇതുകൂടെ മനസ്സിൽ വെച്ച് പ്രവർത്തിക്കണം. അവരെ താൻ ജോലി ചെയ്ത സ്ഥാപനവും വേണ്ടുന്ന രീതിയിൽ സഹകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. താൻ കടന്നുപോയ മേഖലകളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പ്രവർത്തിപ്പാൻ ഈ സഭയുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും താൻ പ്രവർത്തിച്ച് അതിനെ കീഴടക്കി അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നിന്നു. ഈ കുഞ്ഞുങ്ങളും കാലാന്തരത്തിൽ കർത്താവിൻ്റെ മടങ്ങിവരവ് താമസിച്ചാൽ അവരേർപ്പെടുന്ന മേഖലകളെയൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് വിളംബരമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവർക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. ഒരു വിടുതലിനായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വിടുതൽ ലഭിച്ചില്ല. ഏലിയാവിനെ ഉടലോട് എടുത്ത സ്വർഗം ഒരു എലീശ വന്നപ്പോൾ അതിൽ കൂടുതൽ പ്രവർത്തിച്ച എലീശയ്ക്ക് തൻ്റെ ജീവിതത്തിലെ രോഗിയായി, കിടപ്പിലായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്തുകൊണ്ട് എന്ന് ചോദിക്കുവാൻ നമുക്ക് അവകാശമില്ല. എന്നാൽ ഒരു നാൾ ഇവിടെ വായിച്ച സങ്കീർത്തനം നമ്മൾ കേട്ടല്ലോ, യഹോവേ നീ മടങ്ങി വരണമേ. കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവില് നമ്മെ വിട്ടുപോയി എല്ലാവരെയും നമ്മൾ നേരിൽ കാണാൻ പോവുകയാണ്. അതുവരേക്കും മോശയ്ക്കും അഹ്റോനെ കാണുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു നല്ല ദിനത്തിനായി ഒരുങ്ങാം. കർത്താവിൻ്റെ മടങ്ങി വരവ് 2 ആമുഖങ്ങളിൽ നിൽക്കുന്നു. അവൻ്റെ മേഘപ്രത്യക്ഷത, അവൻ്റെ മഹത്വ പ്രത്യക്ഷത. അവൻ്റെ മേഘപ്രത്യക്ഷതയിൽ നമ്മളെ വിട്ടു പോയവരും നമ്മളും എല്ലാവരും ശരീരത്തിന് രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടുമ്പോൾ അതോടുകൂടെ നമ്മുടെ സഹോദരനെയും മറ്റെല്ലാവരെയും നമുക്ക് കാണുവാൻ സാധിക്കും. കുഞ്ഞാടിൻ്റെ കല്യാണം ലോകം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയ വിവാഹ സദ്യ. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു 7 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ മഹാരാജാവായി മടങ്ങി വരുമ്പോൾ അവൻ്റെ വിശുദ്ധന്മാരായി കടന്നുപോയവരെല്ലാം അവരേതൊരു ദേശത്തെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചോ അവിടെ അതിൻ്റെ ഭരണാധികാരികളായി കർത്താവിനോടുകൂടെ ലോകത്തെ ഭരിക്കും. അത് കഴിഞ്ഞ് നിത്യത, ഒരു യുഗാന്ത്യം മുഴുവൻ നിത്യതയിൽ ചെലവിടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രാരംഭമായി മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നതിനുള്ള ഒരു നല്ല ജീവിതം നയിച്ചുകൊണ്ട് ജീവിപ്പാൻ സ്വർഗം നമുക്കിടയാകട്ടെ. പ്രത്യേകാൽ ഈ സഭയുടെ ഒരു എൽഡർ എന്നുള്ള നിലയിൽ ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. നമുക്ക് പ്രത്യേകാൽ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ബലപ്പെടുത്തട്ടെ. അവസരം തന്ന പ്രിയപ്പെട്ടവരോളം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിരുന്നുകൊള്ളുന്നു. കർത്താവിൻ്റെ ദാസനും കടന്നു വന്ന സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വരുന്നതിനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ സഹോദരൻ സാബു, പ്രത്യേകം ഞങ്ങൾ എപ്പോഴും സ്നേഹത്തോടെ വിളിക്കുന്ന സാബുങ്ങൾ, നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കും എന്തിനുണ്ടെന്ന് നിങ്ങൾ സാബുങ്ങൾ എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും സാബുങ്ങളെ എന്ന് വിളിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതേ രീതിയിലാണ് സ്നേഹത്തോടെ വിളിക്കുന്ന വിളിയാണ് സാബുങ്ങൾ എന്ന് വിളിക്കുന്നത്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന പോലെ താൻ പ്രിയം വെച്ച കർത്താവിൽ ചേർക്കപ്പെട്ടു. ഈ അവസരത്തിൽ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ നാട്ടിലായിരുന്നപ്പോഴും ഇരു കുടുംബങ്ങൾ തമ്മിൽ വളരെ സ്നേഹബന്ധത്തിലായിരുന്നു. ആ സ്നേഹബന്ധം ഈ ദേശത്തും കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് തുടരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ എല്ലാ പ്രയാസവേളയിലും ഞങ്ങളോടൊത്ത് കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശ്വാസവാക്കുകൾ പറഞ്ഞു തന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത ഒരു സ്വന്തം സഹോദരനെ പോലെ ഞങ്ങളെ ഉൾക്കൊണ്ട കർത്താവിൻ്റെ ദാസൻ ഇന്ന് രാത്രിയിൽ നിത്യതയിൽ വിശ്രമിക്കുകയാണ്. നമുക്ക് പക്ഷേ പലപ്പോഴും അത് തീരാ നഷ്ടമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ കോടാനുകൂടി വിശുദ്ധന്മാരുടെ കർത്താവിൻ്റെ വരവിൻ്റെ നാളിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശ നമ്മളെ ധൈര്യത്തോടെ നടത്തുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. തന്നിലുള്ള അനേക ക്വാളിറ്റീസ് ഇന്ന് എനിക്ക് മുൻപായി കടന്നു വന്ന പ്രിയപ്പെട്ടവർ പറഞ്ഞല്ലോ.
തൻ്റെ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു അതിഥി സൽക്കാരം എന്നുള്ളത്. തൻ്റെ ഭവനത്തിൽ എപ്പോഴും കിടന്നാൽ എന്തെങ്കിലും ഒന്നും തന്നിട്ട് ഞങ്ങൾക്ക് തരാതെ ഞങ്ങളെ വിട്ടിട്ടില്ല. അത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുകയും അതിഥി സൽക്കാരത്തിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്ത ഒരു സഹോദരനാണ് താൻ. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ഈ വേർപാട് എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ ദുഃഖമാണ്. നമ്മുടെ സഭയ്ക്ക് ദുഃഖമാണ്. സഭയുടെ നട്ടിലായിരുന്നു താൻ എഴുന്നേറ്റ് ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയം പറയുമ്പോൾ താൻ ശക്തമായി പ്രാർത്ഥിക്കുന്ന പലർക്കും ജീവിതത്തിൽ വിടുതലായിട്ടുണ്ട്. തൻ്റെ കുടുംബത്തിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും സമാധാനവും സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം തൻ്റെ കുഞ്ഞുങ്ങളെ നടത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അവസരം നിന്ന ദൈവസഭയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവസ്ഥലിൽ ഇരുന്നുള്ളൂ. കാണാമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആത്തിയത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. There's a land that is fairer than day, and by faith we can see it afar. For the Father waits over the way to prepare us a dwelling place there. In the sweet by and by, we shall meet on that beautiful shore. In the sweet by and by, we shall meet on that beautiful shore. In the sweet by and by, we shall meet on that beautiful shore. In the sweet by and by, we shall meet on that beautiful shore. കടന്നു വന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. മരണം വിരിച്ച കരിനിഴലിൻ്റെ പശ്ചാത്തലത്തിൽ നനഞ്ഞ കണ്ണുകളോടും വേദനിക്കുന്ന ഹൃദയവുമായാണ് ഇന്നെല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഒരു 10:30 ആയപ്പോൾ പെട്ടെന്നൊരു ടെലിഫോൺ കോള് എൻ്റെ ഭവനത്തിൽ വന്നു. സാബു സഹോദരൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എന്ന്. അത് സത്യമായിരിക്കരുതേ എന്ന് ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചു. എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഉൾക്കൊള്ളുവാൻ പിന്നീട് എൻ്റെ മനസ്സ് നിർബന്ധിതമായി. ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനമുള്ള പല വിഷയങ്ങൾ ഒരാത്മീക സഭയിൽ അംഗമായിരുന്നു കൊണ്ട് ചെയ്യുവാൻ സർവശക്തനായ ദൈവം പ്രിയ സഹോദരനെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സ് ഇടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ഇടിഞ്ഞ മനസ്സോടുകൂടി
വേദനിക്കുന്ന മനസ്സോടുകൂടി കടന്നു വന്നിരിക്കുന്ന നമുക്ക് ചില നല്ല വാക്കുകളാണ് ഇന്നാവശ്യമായിരിക്കുന്നത്. ഈ നല്ല വാക്ക് മാനുഷികമായി തകർന്നിരിക്കുന്ന ഒരു ഹൃദയത്തിന് കൊടുക്കുവാൻ കഴിയുകയില്ല. സകല സമാധാനത്തിൻ്റെ ഉറവിടമായ സർവശക്തനായ ദൈവം തൻ്റെ തിരുവചനമൊക്കെ ഈ ദിവസങ്ങളിൽ തന്ന് നമ്മെ ധൈര്യപ്പെടുത്തുകയും വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന സഹോദരൻ സാബുവിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സഭയുടെ അനേക കമ്മിറ്റികളിൽ സാബുവുമായി ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. മറ്റുള്ളവർ ഓർപ്പിച്ചതുപോലെ പല ആശയങ്ങളും സഭയുടെ നന്മയ്ക്ക് വേണ്ടി തുറന്നു പറയുന്നതിലും അത് ശക്തിയോടുകൂടി അവതരിപ്പിക്കുന്നതിനും തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സഭയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന് താൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിൽ ചേർന്നപ്പോഴും ശക്തമായ ഒരു ദൂത് സഭയ്ക്ക് അല്ലെങ്കിൽ ദൈവജനത്തിന് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ എന്ന്. നാം നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ജോലിയിൽ, മറ്റു കാര്യങ്ങളിലൊക്കെ അഭിമാനിക്കുകയും അത് ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവം തൻ്റെ സമയത്ത് ഒരു വ്യക്തിയെ വിളിച്ചു വേർതിരിക്കുവാൻ തീരുമാനിച്ചാൽ ഇതൊന്നും അതിൻ്റെ മുൻപിൽ തടസ്സമായി നിൽക്കുകയില്ല. ഒരുങ്ങുക എന്നുള്ളത് എൻ്റെ ഹൃദയത്തോട് എനിക്ക് കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അതുപോലെ തന്നെ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ മടങ്ങിവരവ് അല്ലെങ്കിൽ നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന അനുഭവം അതിനുവേണ്ടി ഒരുങ്ങി ജീവിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. ദൈവം ഈ ലോകത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ നാം വിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ചുമതലകൾ അത് സമൂഹത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചെയ്തെടുക്കുവാനുണ്ട്. പ്രിയ സാബുവിൻ്റെ ജീവിതം കൊണ്ട് അതാണ് നാം മനസ്സിലാക്കുന്നത്. സഭയ്ക്ക് സഫലനായിരുന്നു. താൻ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ അവിടെയും വിശ്വസ്തയോടുകൂടി തൻ്റെ ജോലിയിൽ താൻ വ്യാപൃതനായിരുന്നു. മറ്റുള്ളവർക്ക് മാതൃകയായി, ഗേളിയെ സംബന്ധിച്ചിടത്തോളം ഒരനുഗ്രഹിക്കപ്പെട്ട ഭർത്താവായി, ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരനുഗ്രഹിക്കപ്പെട്ട പിതാവായി, നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരനുഗ്രഹിക്കപ്പെട്ട മാതൃകാ ജീവിതം നയിക്കുന്ന ഒരു ദൈവദാസനായി കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ മുൻപിൽ താൻ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മെ വിട്ട് താൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു. താൻ അവശേഷിപ്പിച്ച നല്ല പ്രവർത്തികൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചെയ്തെടുക്കുവാൻ കാരണമായി തീരട്ടെ. ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനു വേണ്ടി നോക്കി പാർക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതിനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഒരുക്കത്തിൽ ഈ ദിവസങ്ങളിൽ നാം ആയിരിക്കേണ്ടതുണ്ട്. മഹാകവി സൈമൺ സാർ ഇങ്ങനെ പാടി: 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗം ഊഹിക്കാവതോ കാണും ഗഗനതലം അതു മനുജഗണനയുമനുസരിച്ചുയരും വിധൗതവ ഭാഗ്യമഹിമയെ വർണ്ണിപ്പാനാവതോ. കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാൻ ആകാശമേഘങ്ങളിൽ വരുന്നു. ഉൽപ്രാവണത്തിൻ്റെ സമയമാകുമ്പോൾ തൻ്റെ വിശുദ്ധന്മാർ പറന്നുയരുവാൻ ദിനം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അന്ന് നമ്മെ വിട്ടുപോയിരിക്കുന്ന സാബുവും അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഗേളിയുടെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അനേക ഭക്തന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരെല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ സമ്മേളിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷം നമ്മുടെ മുൻപിലുണ്ട്. ആ നിമിഷത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രത്യാശയോടുകൂടി നമുക്ക് നോക്കിപ്പാർക്കാം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ, വിശേഷാൽ സാബുവിൻ്റെ പിതാവ് 80 കഴിഞ്ഞ അവസ്ഥയിലാണ്. അമേരിക്കയിൽ നിന്ന് താൻ യാത്ര ചെയ്ത് വരേണ്ടതുണ്ട്. തനിക്ക് യാത്ര ചെയ്യുന്നതിനും തൻ്റെ സഹോദരങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിനും ആവശ്യമായ ബലവും
അവർ വിശേഷാൽ ശക്തിയും അവർക്ക് കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരൻ മോസസ് ഇല്ലാത്തതുകൊണ്ട് വിൽസൺ ഇപ്പോൾ മുൻപോട്ട് കടന്നു വരും. തുടർന്ന് സമയങ്ങൾ എടുക്കേണ്ടവർ അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സമയത്തിൻ്റെ ആ പരിധിക്കുള്ളിൽ നിർബന്ധമായും നിൽക്കണമേ എന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ ഒരിക്കലൂടെ ഓർമ്മിപ്പിക്കും. இப்படி ஒரு துக்கமான ஒரு சூழ்நிலையிலே சோத்திரம் நேரத்தில் வந்து சகோதரனுடைய சில காரியங்களை சோத்திரன் சபையின் மத்தியிலே எனக்கு சொல்ல முடியாத ஒரு வாய்ப்பை தந்ததுக்காக என் தேவனை சோதரிக்கிறேன். இந்த நேரத்தில் பார்க்கும்போது நம்ம சாபு விருதலை குறித்து எனக்கு நன்றாக தெரியும். விசேஷமாக என்னுடைய குடும்பம் இருந்த நாட்கள்லையும் ஊரில் இருக்க நாட்கள்லையும் எப்போது பார்த்தாலும் அவர் குடும்பத்தை குறித்து ஒரு விசாரிக்கிற ஒரு நல்ல சகோதரனாக இருந்தார், ஒரு அன்பான சகோதரனாக இருந்தார். விசேஷமாக எங்களுடைய தமிழ் ஐக்கியத்திலே இருக்கும்போது அடிக்கடி பார்க்கும்போது உங்களுடைய ஐக்கியம் எப்படி இருக்கிறது, விசுவாசிகள் எப்படி இருக்கிறார்கள், ஒரு ஆவிக்குரிய காரியங்களை குறித்து நல்லபடியாக ஆலோசனை சொல்லும்படியாக ஒரு நல்ல சகோதரனாக இருந்தார். தான் இருந்த நாள் சோத்திரம் இதற்கு முன்னால் சொன்னது போல இந்த சபையில் இருக்கிற எல்லா சோத்திரம் இருந்த பொறுப்புகளிலே உண்மை உத்துவமாக இருந்தார். விசேஷமாக ஒரு காரியத்தை சொல்ல வேண்டுமானால் அவர் ஒரு முடிவு எடுக்கும்போது ஒரு தைரியமான ஒரு முடிவு எடுக்கக்கூடிய ஒரு சோதனுடைய வாழ்க்கையில் ஒரு நல்ல முடிவு எடுக்கக்கூடிய ஒரு சோதனாக இருந்தார். சோதனை நேரத்தில் சொல்லக்கூடிய காரியம் என்ற நேற்று ராத்திரி இப்படிப்பட்ட சம்பவத்தை கேள்விப்பட்ட போது என்னால் நம்பவே முடியாத ஒரு சூழ்நிலை காணப்பட்டது. நீங்கள் எல்லாரும் இருக்கிறது போல இவ்வளவு சீக்கிரத்திலே இந்த உலகத்திலே இருந்து சோதனை மாற்றப்படுவார் என்று யாரும் எதிர்பார்க்கவில்லை. ஆனால் கர்த்தருக்கு ஒரு சித்தம் உண்டு. ஆண்டவரிடத்திலே கேள்வி கேட்பதற்கு நாம் யாரும் பெரியவர்கள் கிடையாது. தேவனுக்கு ஏற்ற நேரம் வந்தபோது தேவனரை எடுத்துக்கொண்டார். மகிமேலே ஒரு நாள் காண்போம் என்ற சுவாசத்தில் இருக்கிறோம். நானும் இப்படிப்பட்ட சூழ்நிலையை கடந்து வந்த நாளில் சொல்கிறேன். நான் 8ஆம் வகுப்பு படிக்கும்போது என்னுடைய அப்பா இந்த உலகத்திலிருந்து மாற்றப்பட்டார். நான் நேரத்தில் அந்த பிள்ளைகளை பார்க்கிறேன். ஏசம் அதே பிராயத்திலே தான் இருக்கிறார்கள். ஆண்டவரை ஏற்றுக்கொண்டபடியால் ஆண்டவர் எங்களை கைவிடவே இல்லை. என் அப்பா இறந்து போனாலும் என்னுடைய அம்மா அவர்கள் இருந்து ஆண்டவர் எங்களுக்கு உற்ற துணையாக இருந்தார். குடும்பத்தில் நான் 5 பேரை ஆண்டவர் காப்பாற்றினார். நிச்சயமாக நான் அந்த குடும்பத்துக்கு சொல்ல காரியம், நம்முடைய தகப்பனார் இருந்து போகலாம், ஆனால் நம்முடைய பரமபிதா இன்றும் ஜீவத்தோடு இருக்கிறார். ஆண்டவரை ஏற்றுக்கொண்டபடியால் நிச்சயமாக சோதனை எங்கள் ஊரில் இருக்கும் உறுதியாக சொல்ல முடியும். அந்த கஷ்டத்தின் மத்தியிலேயும் கர்த்தர் எங்களை கைவிடவே இல்லை. எல்லாரும் ஆண்டவரை ஏற்றுக்கொண்டபடியால் உயர்ந்த நிலையிலே வைத்திருக்கிறார். கர்த்தர் நன்மையான காரியங்களை செய்வார். ஹல்லேலூயா. ஆண்டவரை நம்பி வந்த பிள்ளைகளை கர்த்தர் ஒரு நாளும் கைவிடவே மாட்டார். நிச்சயமாக நமக்கு ஒரு நம்பிக்கை உண்டு. விசுவாச வாழ்க்கையிலே இந்த உலகத்திலிருந்து நாம் எல்லாரும் கடந்து போக வேண்டியவர்கள். நம்முடைய வாழ்க்கை ஒரு பூவுக்கொப்பாக இருக்கிறது. அது காலையிலே பூத்து அது சாயங்காலத்திலே மடிந்து போகிறது. சூத்திர வேதவாசனம் சொல்லுகிறது, ஒரு மனுஷனுடைய ஆயுசு நாட்கள் 70 வருஷம், பலத்தின் மீறியால் 80 வருஷம், அது சஞ்சலமாக இருக்கிறது என்று சொல்லப்பட்டிருக்கிறது. நாம் இருக்கிற எல்லாருக்கும் இப்படிப்பட்ட நாள் ஒரு நாள் வரும், என்றைக்கென்று தெரியாது. ஆனால் நம்மை அழைத்த தேவன் உண்மை உள்ளவர். இந்த விசுவாச வாழ்க்கையிலே நாமும் இப்படிப்பட்ட சூழ்நிலை எதிர்கொள்ளும் போது துக்கமான காரியத்திலே எங்களுக்கு சொத்தின நேரத்திலே நான் அந்த பிள்ளைகளுக்கு இரங்கலை தெரிவித்துக் கொள்கிறேன். இந்த குடும்பத்துக்காக தொடர்ந்து செபிப்போம். இதே போல கர்த்தருடைய வருகை சீக்கிரமாக இருக்கிறபடியால் நாமும் நம்மை ஆயத்தப்படுத்தி கர்த்தருடைய வருகைக்காக எப்போதும் பரிசுத்தமாக ஜீவித்து ஒரு நாள் நம்முடைய இந்த உலகத்தில் நாமும் கடந்து செல்ல வேண்டும். ஆனால் கர்த்தருடைய மகிமையிலே நான் காணப்பட வேண்டும் என்று இந்த விசுவாசத்தோடு நம்முடைய விசுவாச வாழ்க்கை நாம் தொடர்வோம். வார்த்தைகளை ஆண்டவர் ஆசீர்வதிப்பார்கள். വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ദേവദാസനും കൂടിയ എല്ലാ ദൈവമക്കൾക്കും വിശിഷ്ടാദികൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനിപ്പോൾ ഈ സമയം ഇവിടെ ആയിരിക്കുന്നത് നമ്മളെ വിട്ട് കടന്നുപോയ സഹോദരൻ്റെ വേർപാട് നമുക്കേവർക്കും വേദനാജനകമാണ്. ഈ വേദനാജനകമായ സമയത്ത് എനിക്ക് പറയാൻ വാക്കുകളില്ല. തന്നെ സംബന്ധിച്ചിടത്തോളം താനൊരു ഈ വ്യക്തികളെല്ലാവരും പറഞ്ഞതുപോലെ ഒരു വിശ്വസ്തനായ ഒരു വ്യക്തിത്വമാണ്. തന്നെയല്ലോ ഒന്നും പോയത് അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും ഞാനിതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ അതൊരു യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്.
താൻ ഒരു മാതൃകാ വ്യക്തിയാണ്. തൻ്റെ കുടുംബത്തിന്, തൻ്റെ ഭാര്യയ്ക്ക്, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് താൻ ഒരു മാതൃകയുള്ള വ്യക്തിയായിട്ട് ഇത് ജീവിപ്പാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ 1993 മുതൽ സാഹോദരവുമായിട്ട് പരിചയമുണ്ട്. എന്നാൽ അതിനുശേഷം വാദ്യതേ പ്രേസലുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സഹോദരി പ്രേസലിൽ ആയിരിക്കുമ്പോൾ തൻ്റെ അനേക വചനങ്ങൾ, താൻ പ്രസംഗിക്കുന്ന വാക്കുകളൊക്കെയും വളരെ ശക്തമായിട്ട് അത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പതിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് ഏവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. തൻ്റെ വാക്ക്, തൻ്റെ ഉച്ചത്തിലുള്ള സംസാരവും താൻ അന്ന് പറഞ്ഞതായ വാക്കുകളൊക്കെയും ഈ ദിവസങ്ങളിൽ ഞാനും ഒക്കെ ചെന്ന കൂടെ ഈ ദിവസങ്ങളിൽ ഇന്നൊക്കെ ഞങ്ങൾ പറയുവാനിടയായി. അതുമുതൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെയും ഞങ്ങൾ ഷെയർ ചെയ്യുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനും കടന്നു വരികയൊക്കെയും ചെയ്ത് തൻ്റെ വേർപാട് ഒരു തീരെ നഷ്ടം നമുക്ക് എവർക്കും, നമ്മുടെ സഭയ്ക്ക്, ആ കുടുംബത്തിന്, അവരുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരു തീരാ നഷ്ടമാണ്. എന്നാൽ ഈ തീരാ നഷ്ടത്തിൽ നിന്ന് ദൈവത്തിന് മാത്രമേ അവരെ കരകയറ്റാൻ സാധിക്കുകയുള്ളൂ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം ഇങ്ങനെയായിരുന്നു. തൻ്റെ അദ്ദേഹത്തിന് വിളിപ്പാനിടയായി. മനുഷ്യവാക്കുകളൊന്നും നമുക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ സർവാശ്വാസങ്ങളുടെ ഉടവനായ ദൈവം കിളിയെയും കുഞ്ഞുങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല ഞങ്ങൾ ഈ വർഷത്തെ സ്വാതി സമയത്തിൽ ഞങ്ങൾ ഞങ്ങൾ 4 സഹോദരിമാരുണ്ട്. ഞങ്ങൾ 4 പേരോട് കൂടി കാര്യങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്യുമ്പോൾ സാവതൻ്റെ വീട്ടിൽ ഞങ്ങൾ പല പ്രാവശ്യം പോയി. ഈ ദിവസങ്ങളിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ താൻ നാട്ടിലേക്ക് കടന്നു പോകുന്ന ദിവസം രാവിലെ തന്നെ 9:30 ആയപ്പോൾ ഞങ്ങളവിടെ കടന്നു ചെന്നു. അത് ഞങ്ങൾ ചെന്ന് ഞങ്ങളുടെ ബഡ്ജറ്റിനോട് ബന്ധത്തിലാണ്. എന്നാൽ അന്ന് ഞങ്ങളോട് പറഞ്ഞു, അന്ന് വന്നാൽ അത് ശരിയാക്കി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കടന്നുപോയി. എന്നാൽ ആ സമയത്ത് ഞങ്ങളവിടെ കടന്നു ചെന്നപ്പോൾ സാബ്രതറായിരുന്നു അതിന് മുൻകൈയെടുത്ത് ആ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് തരുവാനും ഞങ്ങൾ അത് ടൈപ്പ് ചെയ്തെല്ലാം ശരിയാക്കി താൻ അതെല്ലാം ചെയ്തത്. ഞങ്ങൾ പറഞ്ഞു, അത് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാബ്രതറിന് വയ്യാതിരിക്കുമല്ലേ, അത് ചെയ്യേണ്ട, ഞങ്ങളിത് ചെയ്തോളാം. ഇല്ല, കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു അസുഖവുമില്ല അമ്മാമ്മയെന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു, സഹോദരൻ ഇപ്പോൾ ഇതൊക്കെ സംസാരിച്ചാൽ മതിയല്ലോ, അവർക്ക് സംസാരിക്കേണ്ടാന്നോ. അപ്പോൾ സഹോദരൻ പറഞ്ഞു, നിങ്ങൾക്ക് കേട്ടിരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിരുന്നോ, പക്ഷെ എനിക്ക് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തു. അതൊക്കെ ഞങ്ങൾ ഈ സമയങ്ങളിൽ ഞങ്ങളിതിരുന്ന് ചിന്തിക്കുകയും ഒക്കെയും ചെയ്യുവാണ്. അതുകൊണ്ട് സഹോദരി സമാജത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ്. താൻ പല പ്രാവശ്യം നേരത്തെയൊക്കെ സഹോദരി സമാജത്തിലും ഇതുവരെയും താൻ ഓപ്ഷൻ സ്റ്റേലിലും കോടതിയിൽ നിന്നും അതിനൊക്കെയും സഹായിക്കുകയും എഴുതുന്നതിനും കാര്യങ്ങളൊക്കെയും സഹായിക്കുകയും ചെയ്തൊരു നല്ല വ്യക്തിയായിരുന്നു. ഇത് ദേവദാസൻ പോയത് നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ സഭയ്ക്കും നമുക്കെല്ലാവർക്കും ഒരു നഷ്ടമായിരിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേക തൻ്റെ പിതാവ് പറഞ്ഞതുപോലെ തൻ്റെ പിതാവ്, തൻ്റെ മൂത്ത ഒരു സഹോദരനെ, മാതാവ്, മൂത്ത ഒരു സഹോദരി ഈ ലോകത്ത് മാറ്റപ്പെട്ടു. ഈ ദിവസങ്ങളിൽ അതൊക്കെയും ഓർത്ത് ഞങ്ങൾ ചിന്തിക്കാനിടയായി. തൻ്റെ പിതാവിനെ ഓർത്തും പ്രാർത്ഥിക്കണം. ഗേളിയ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സർവാശ്വാസങ്ങളുടെ ഉടനായ ദൈവം ഗേളിയെയും കുഞ്ഞുങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിൽക്കും. അധ്യക്ഷനായിരിക്കുന്ന കർത്തദാസൻ ജോൺ ഫിലിപ്പ് അവറുകൾ, എൻ്റെ സ്പോൺസറും അൽറോയ പബ്ലിക്കേഷൻ്റെ ചെയർമാനുമായിരിക്കുന്ന ഷെയ്ഖ് ഹാത്തിം, സാബു ബ്രദറിൻ്റെ കമ്പനിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന മറ്റ് തൻ്റെ കൊളീഗ്സ്, സഭയുടെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും, പ്രത്യാൽ പ്രിയ സാബു ബ്രദറിൻ്റെ കുടുംബത്തിനും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ സാബു ബ്രദറുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് തന്നോടുള്ള പരിചയം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1981 മുതൽ എനിക്ക് തന്നോട് വളരെ അടുത്ത പരിചയമുണ്ട്. 1981 മുതൽ ചില വർഷങ്ങൾ ഞങ്ങൾ ഡിഗ്രിക്ക് ഒന്നിച്ച് പഠിക്കുവാൻ തക്കോണം ദൈവം സാവകാശമൊരുക്കി. അതിനുശേഷം അടിയനെ ചില നാളുകളിൽ ബോംബെയിൽ സാബുവുമായി ഒന്നിച്ച് ജോലി സംബന്ധമായി ഒന്നിച്ച് ബോംബെയിലായിരിക്കുവാൻ തക്കോണം ഇടയായി. അതിനുശേഷം 1990 മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാബു ഈ പ്രദേശത്ത് കടന്നു വരുവാനും 91 ഞാൻ ഈ പ്രദേശത്ത് കടന്നു വരുവാനും അന്ന് മുതൽ ഇന്ന് വരെയും
ദൈവസ്നേഹത്തിലും അടിയൻ്റെ എല്ലാ ഇടപാടുകളിലും തന്നോട് വളരെ സ്നേഹത്തിലും വളരെ നല്ല ഇടപാടുകളിലും ആയിരിക്കുവാൻ തക്കോണം ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ അവസരത്തിൽ എനിക്ക് എന്ത് പറയണം എന്ന് എനിക്ക് അറിയില്ല. സത്യാലെ സാബു ഞാൻ ഒന്നിച്ച് കോളേജിൽ പഠിക്കുന്ന ആ സമയം മുതൽ താനെ ഒരു സുവിശേഷ തൽപരനായ ഒരു സഹോദരനായിരുന്നു. കോളേജിലെ സുവിശേഷ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുവാൻ തക്കോണം താനെ വളരെ ചുമല് കൊടുത്ത് ആ സമയങ്ങളിൽ നേതൃത്വം കൊടുത്ത് ആ കോളേജ് അന്തരീക്ഷ ക്യാമ്പസിൽ പ്രവർത്തിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം തൻ്റെ വിദ്യാഭ്യാസ സംബന്ധമായ സമയങ്ങളിലൊക്കെയും ഞാനും താനുമായിട്ട് വളരെ നല്ല സ്നേഹത്തിലും ആ സ്നേഹം ഇന്നുവരെയും നിലനിർത്തുവാനും ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. താനെ 91 മുതൽ എൻ്റെ കമ്പനിയോട് ചേർന്ന് ഞങ്ങളുടെ ഒരു സിസ്റ്റർ കൺസേൺ ആവുന്ന അൽറോയ പബ്ലിക്കേഷനിൽ താൻ ജോലി ചെയ്യുവാൻ തക്കോണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ ഇന്നുവരെ ജോലി സംബന്ധമായ മേഖലകളിൽ ഔദ്യോഗിക മേഖലകളിൽ തന്നോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ പരസ്പരം ഞങ്ങൾക്ക് പല ഔദ്യോഗിക ഇടപാടുകളും ചെയ്യുവാനൊക്കെയും ദൈവം സഹായിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയും തന്നെക്കുറിച്ച് പറയുമ്പോൾ താൻ എപ്പോഴും വളരെ സന്തോഷത്തോടുകൂടി വളരെ ചിരിച്ചുകൊണ്ട് ഏത് കാര്യം പറഞ്ഞാലും ആ വിഷയങ്ങൾ നമുക്ക് അത് കൈകാര്യം ചെയ്യുന്നതായിട്ട് അതിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. തൻ്റെ ഒത്തിരി നല്ല ക്വാളിറ്റികൾ എനിക്ക് പറയുവാൻ തക്കവണ്ണമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിവാഹം കഴിച്ച് 1993 ഈ പ്രദേശത്ത് കുടുംബമായിട്ട് ആദ്യം കടന്നു വരുമ്പോൾ ഞാനന്ന് ബാച്ചിലർ അക്കോമഡേഷനിൽ താമസിക്കുന്ന അവസരമായിരുന്നു. ആ സമയം ചില ആഴ്ചകൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളെ കുടുംബമായി ഈ പ്രിയ കുടുംബം ഞങ്ങളെ അവരുടെ ഭവനത്തിലേക്ക് കൈക്കൊണ്ട് അവരോട് ചേർന്ന് ഒന്നിച്ചായിരിക്കുവാനും അവർ ഞങ്ങളെ ശുശ്രൂഷിക്കുവാനും ഒക്കെയും ഇടയായിട്ടുണ്ട്. അതൊക്കെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രിയ സഹോദരൻ്റെ വേർപാട് പ്രൈസ് ദി ലോർഡ് നമുക്ക് ദൈവവചന സംബന്ധമായിട്ട് നമുക്ക് ദുഃഖിക്കുവാൻ തക്കോണം അവകാശമില്ല. എന്നാൽ നിത്യതയിൽ നമുക്ക് കാണാം എന്നുള്ള ഉറപ്പ് നമുക്ക് ഉള്ളതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പ്രിയ കുടുംബത്തിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ കുടുംബത്തെ ഞാൻ എൻ്റെ കുടുംബമായി അപ്രകാരം ആ കൺസേണിൽ അവരെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. സഭയും അപ്രകാരം കാണുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എസ്പെഷ്യലി നൗ express my thanks to this Alroya publication staffs, especially Sabu's colleagues and his sponsor and his company chairman Sheikh Khatim. He come here and he participated with this condolence meeting that we feels this Alroya atmosphere is like a family atmosphere. They all are concerning each other, especially our sponsor. He is my sponsor also. They are concerning their employees, their staffs, like a family members, and in our every needs, they are supporting to us always. That I always. In my life also that I enjoyed. Now again I express my thanks to all Alroya colleagues and my other group sister concerns, General Manager Mr. Ahmad Saud. He is the General Manager of Al-Lanan Printing Press, and other one colleague there is from Alfea Printers Mr. Vinod. Other one colleague there is Mr. Blasius Joseph. He is also our one division manager, and our financial group financial controller Mr. Chandrasekhar also. He came here and participated this occasion, and they expressed their condolence and their feelings in this occasion to this family. And once again, I thanks and I express my concern to this family and these children study and their future also. We have to take our concern, especially the company also has to take our concern, and that is my personal request. And now
ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ സാവുമായുള്ള ഇടപാടിൽ എനിക്ക് വലിയ ദൈവസ്നേഹത്തിലുള്ള അനേക കാര്യങ്ങളെ തൻ്റെ ഇടപാടിൽ എനിക്ക് തന്നോട് ചേർന്ന് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായ അതിഥി സൽക്കാരമൊക്കെയും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വളരെ എടുത്തു പറയത്തക്കതാണ്. തൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ട് അപ്രകാരം ചെയ്യാറുണ്ട്. സ്തോത്രം. ഈ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ അത് ഞാൻ പങ്കുചേരുകയും ദൈവവചനത്തിൽ പറയുന്നത് പോലെ കൂരിൽ താഴ്വരയിൽ കൂടി കടന്നാലും ഞാനൊരു അനർത്ഥവും ഭയക്കുന്നില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് ദൈവവചനം പറയുന്നു. പ്രൈസ് ലോർഡ്. അപ്രകാരം ആ വലിയവനായ ദൈവം ഈ കുടുംബത്തോടു കൂടെ ഇരുന്ന് പ്രൈസ് ലോർഡ് അവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. Choir will sing a song following. The following persons will come forward and convey their condolence message. Especially the many of the colleagues of Abraham Daniels are here. We have not sufficient time to give you all of you, but we would like to the following after the choir sing a song. Following persons will take some time. Hatim Ahmad Altai will take 5 minutes, and Raj Warrior will take 5 minutes. They will take totally 10 minutes. Following that, B.V. Wilson represent Sunday School, Benny Sam from Hindi Meeting and Youth Fellowship. Somebody will take from Youth Fellowship also. So now the choir will sing a song. After that, the Hatim Ahmad Altai will come forward. Of course, once again, it is a privilege you are all, the colleges of Abraham Daniels are here. We love you. How much you are loving Abraham Daniel, this is the reflection of you are all coming to this condolence service. Thank you very much. God bless you. Now the choir will sing a song. Our brother Daniel has gone, my God, to thee, nearer to thee. Even though we feel that it may be a cross or a problematic thing for us, but our God will raise us, and that will be our song, that Lord, nearer to thee. Let's sing together. Nearer, my God, to thee, nearer to thee, though it be a cross that raised me, still all my soul shall be nearer, my God, to thee, nearer, my God, to thee, nearer to thee. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശ് ഞാൻ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. Our warm condolence to our best friend Daniel. He fought the good fight and he did very well. But now he went to see God, and that's why we are also happy for him.
For all those years, he worked with us, and he worked very hard, very sincere, and he believed in right and wrong. It was very clear for him, while for lots of people, it was always not very clear. In that, Daniel was very special and very gifted, and selected this vision from God so that he knows there is a black and white in life, and he always chose to be in the right side. And many times in our discussions, when he feels that it was wrong for him to say something, he will say, yes, it was wrong, I'm sorry. All these qualifications of Daniel made us very proud of him, and he give pride for the Indian community and for his family and for all those people who loved him all this time. For his family, he always been part of us as a family in Arroyo, and his family was we always felt very comfortable with them. Whenever they needed something or we needed something, Daniel and his family was always there. So we hope he rests in peace. Thank you. Sisters and brothers, I really don't know what to say, because for me, I've worked with Daniel for 11 years. He was the first face I saw when I landed in Oman. He made me feel at home. In fact, I met Mr. Hatim also almost a week after I landed, because there was another long holiday at that time. But Daniel was there. He met me at the airport. He was there during the day after that. And at that time, to a complete stranger in Oman, Daniel made it feel as if Oman's just an extension of Bombay. Through the years, he never changed. Like Mr. Hatim said, the characteristics about him were the fact that he was a man of moral standing. He always knew his right and wrong. Many of my colleagues here have either appreciated him or have been on the wrong side, where they wanted something but he would never give in because he knew what was wrong. At the same time, through the years, I've seen that he was one of the most loyal employees that I've ever seen. Even if he knew something was wrong and he could not fight that anymore, he would stand by the company. Anything that he did was always in the interest of the company, the people around him. I have seen the number of arguments he has got into, arguing for all employees together. He never saw beyond that. For him, his colleagues were all one. But many of us have made friendships with him. Many of us know his family through the years. To us, it is like losing a family member. In Oman, the one thing that we have is we have a very close-knit community. We all know each other. And when we lose someone like Daniel, the loss is felt by all of us. So while he is with God, I pray that his family has the strength to carry on, and that all of you will continue to support his family through their difficult times. തുടർന്ന് യൂത്തിൽ നിന്നുള്ള പ്രിയപ്പെട്ടവരും ബെന്നിസാറും തയ്യാറായിരുന്നു കൊള്ളണമെന്ന് ദൈവം സ്നേഹത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇത് കഴിയും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിതത്തിൽ ഏറ്റവും കൈപ്പായത് ഭവിക്കുമ്പോഴും ദുഃഖത്തിൻ്റെ കണ്ണീർ കായങ്ങളിലേക്ക് എറിയപ്പെടുമ്പോഴും യഹോവയിൽ ആശ്രയമുള്ളവരായി ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവിക സമാധാനവും ആശ്വാസവും ഉൾക്കൊള്ളുവാൻ ദൈവം നമുക്ക് തരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ എബ്രഹാം ഡാനിയൽ നമ്മിൽ നിന്ന് വേർപെട്ടതിൻ്റെ ദുഃഖം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരമായി നമ്മൾ അവശേഷിക്കുന്നുവെങ്കിലും ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തം
അത് നമ്മുടെ പ്രത്യാശയുടെ കണ്ണുകളാൽ നാം നോക്കുമ്പോൾ നല്ല ഒരു സുപ്രഭാതത്തിൻ്റെ കിരണങ്ങളായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യകരമായ ഏറ്റവും നല്ല പ്രത്യാശയാണ്. പ്രിയ സഹോദരൻ സാബു ഒമാനിൽ കടന്നു വന്ന സമയം മുതൽ തന്നെ പരിചയപ്പെടുവാൻ, ഒരുമിച്ച് ആത്മീയ കൂട്ടായ്മ ആചരിപ്പാൻ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ തന്നോട് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കൗൺസിൽ റെപ്രസെൻറ്റേറ്റീവായി സൺഡേ സ്കൂളിൽ പ്രവർത്തിപ്പാൻ, 2011-ലും 2012-ലും കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു നല്ല അധ്യാപകനായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഒക്കെ ദൈവം അവസരം നൽകി. ദൈവം തനിക്ക് നൽകിയ 49 വർഷങ്ങൾ, ദൈവം തനിക്ക് നൽകിയ കർത്തവ്യം അത് ഭംഗിയായി നിർവഹിച്ചു എന്ന് ദൈവം കണ്ടതുകൊണ്ട് തന്നെ വിശ്രാമത്തിലേക്ക് ചേർത്തുകൊണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ യോഹന്നാൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അപ്പോൾ വിശ്രാമം എന്നുള്ളത് ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ സമയം ദൈവം നിശ്ചയിക്കുന്നതാണ്. 116-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുവല്ലോ: തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ തന്നെ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ അഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം കാണുന്നവർ ഒരുപക്ഷെ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് അവരെ കാണുവാൻ സാധിച്ചില്ലായിരിക്കാം. എന്നാൽ പ്രത്യാശയുടെ തീരത്ത് നമുക്ക് അവരെ വീണ്ടും കാണാമെന്നുള്ളതായ ആ നല്ല ധൈര്യം തന്നിരിക്കുന്ന ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു, ഞാൻ സ്തുതിക്കുന്നു. ജീവിതയാത്രയിൽ മുൻപോട്ട് യാത്ര ചെയ്യുന്ന പ്രിയ കുടുംബത്തെ തങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ധൈര്യത്തോടെ നേരിടുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് എല്ലാ സ്വർഗീയ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ഭൗതിക ഇടപാടുകളിൽ ആ കുടുംബത്തെയും വഹിക്കാം എന്നുള്ളതായ പ്രത്യാശ വചനത്തോടെ ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. मैं हिंदी में बोलना चाहता था, लेकिन यहाँ पर आए अतिथियों का मुझे आदर करना है, and that's why I will switch over to English. I greet the honorable guest on the dais and also in front of me who have assembled here. As most of you know, the purpose of this gathering, and I just want to tell a few things how Sabu Chain was really associated with the Hindi fellowship. Every time on Fridays he used to inquire about the meetings, about my believers who used to come from very far away distance, about how they used to be transported to the church premises, and also about their taking back. He was much concerned, and we always used to share the joy, the sorrows, the good things, and he was like my big brother. I was looking here at the date of Sabu Chain, especially the baptism, and it recalls me that today is going to be the 35 years he has completed. This opportunity, on behalf of my family and the Hindi fellowship, I express the deep condolence to Sister Gurley, the children Timothy and Jonathan. May the Almighty God give them the peace, give them the comfort, and our prayers
and our support is with you, and may God give you the peace and comfort. God bless you. ഈ പ്രത്യേക സന്ദർഭത്തിൽ ഇങ്ങനെ ഈ വേദിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ ഈ സമയത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തും. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒമാൻ പെന്തക്കോസ്ത് അസംബ്ലിയുടെ ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം അടങ്ങുന്ന യുവജന പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ്. ഞങ്ങൾക്ക് പറയുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാബുച്ചാൻ ഒമാൻ പെന്തക്കോസ്ത് അസംബ്ലിയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയ സാബുച്ചാൻ, ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ. ഞങ്ങളൊരിക്കലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ട് ഇങ്ങനെ കടന്നു പോകുമെന്നാൽ ദൈവത്തിൻ്റെ സമയം ചോദിക്കുവാനായിട്ട് കഴിയത്തില്ലല്ലോ. വാസ്തവത്തിലൊരു കാര്യം ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ അറിയാവുന്ന കാര്യമാണ്. ചർച്ചിൻ്റെ ഏതൊരു ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം ഇരുന്നാലും ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം ഇല്ലെങ്കിലും ചർച്ചിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൻ്റെ പോരായ്മകളെ എടുത്തു പറയുന്ന സാബുച്ചാൻ കഴിഞ്ഞ നാളുകളിൽ യുവജന പ്രസ്ഥാനത്തിന് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ പുറകോട്ട് നോക്കിയായിരുന്നു സാബുച്ചാൻ ഇരിക്കുന്ന സീറ്റിൽ. ഞങ്ങളെപ്പോഴും ഇവിടെ യൂത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സീറ്റിലിരുന്ന് വേണ്ട നിർദ്ദേശങ്ങൾ അദ്ദേഹം ആംഗ്യ ഭാഷയിലൂടെ കാണിച്ചു തരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത അത്രയും അധികമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, താൻ എന്ത് ചെയ്തെങ്കിലും അത് ആത്മാർത്ഥതയിലാണ് ചെയ്തത്. താൻ ഞങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥതയിൽ മാത്രമായിരുന്നു. കാരണം ഞങ്ങൾ യുവജനങ്ങളാണ്. സഭയിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോരായ്മകൾ വരാറുണ്ട്. എൽഡേഴ്സ് ഞങ്ങളെ വഴക്ക് പറയും. എന്നാൽ സാബുച്ചാൻ വഴക്ക് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നതിനെ കഴിഞ്ഞും വളരെ അധികം ശക്തമായിട്ടാണെങ്കിലും അടുത്ത നിമിഷം ഞങ്ങളെ സ്നേഹത്തോടുകൂടി ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും സാബുച്ചാനോടൊരു വിരോധം തോന്നിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ പുതിയ യൂത്ത് ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഫെയ്ത്തെ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ടുണ്ട്. 1 by 1 ആയിട്ട് ഈ ഒരു വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ടിടയായി. നിങ്ങൾ ഇന്ന് കാണുന്ന യൂത്ത് ഫെലോഷിപ്പിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പുറയിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാനിവിടെ നിൽക്കുമ്പോൾ നാം എല്ലാം പ്രത്യാശിക്കുന്ന ഒരു തീരമുണ്ട്. ആ കർത്തൻ്റെ കാഹളനാദം നാം കേൾക്കും, തീർച്ചയായിട്ടും നാം കേൾക്കും. അത് ചിലപ്പോൾ ഇപ്പോൾ തന്നെ സംഭവിക്കാം. പക്ഷേ ആ സമയത്ത് കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ മുമ്പേ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവരോട് കൂടെ നാം ഇന്നിപ്പോൾ ജീവനോടിരിക്കുന്ന നാം ആ അവസ്ഥയിലൂടെ വരികയാണെങ്കിൽ നമുക്ക് മുമ്പായി സാബുച്ചാൻ നിൽക്കുമ്പോൾ സാബുച്ചാൻ്റെ പുറയിൽ നമുക്കൊരുമിച്ച് സാബുച്ചാനോട് കൂടെ ആ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതൊരു ദുഃഖമല്ല, ഇത് നിത്യതയിൽ അതൊരു സന്തോഷമായിട്ട് മാറട്ടെ. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, കൊയറിനെ വഹിച്ചു കൊണ്ടുവന്ന് 2 കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട്. യൂത്ത് ഫെലോഷിപ്പിൻ്റെ കൂടാതെ കൊയറിൽ അദ്ദേഹം കഴിഞ്ഞ ദീർഘനാളുകൾ കുടുംബമായി ആൻറ്റിയും പ്രിയ സാബുച്ചായനും എല്ലാവിധ ഒത്താശകളും പറഞ്ഞു തന്നുകൊണ്ട് കൊയറിൽ നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ എടുത്ത് ശക്തമായിട്ട് അതിനെ പിന്താങ്ങുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു. എല്ലാ പ്രാവശ്യത്തെയും കൊയറിനെ സൂക്ഷ്മമായി വിലയിരുത്തി അതിൻ്റെ കുറവുകൾ വ്യക്തമായി ഞങ്ങളെ പറഞ്ഞു തരുന്ന പ്രിയ സാബുച്ചായൻ ഞങ്ങൾക്കൊരു നഷ്ടമാണ്. ഇവിടെങ്കിലും ദൈവസന്നിധിയിൽ അതൊരു ലാഭമായി തീരട്ടെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഞാനിവിടെ നിന്നിപ്പോൾ ഓർക്കുകയായിരുന്നു, കഴിഞ്ഞ വർഷത്തെ യൂത്ത് ക്യാമ്പിൽ ഞാൻ അതിൻ്റെ ദൃശ്യങ്ങൾ ഓർക്കുകയായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഫുഡ് എത്തിക്കുവാനായിട്ട് പലപ്പോഴും പല സാഹചര്യങ്ങളിലും എത്താതെ ഇരുന്നപ്പോൾ ഞങ്ങളെ വഴക്ക് പറഞ്ഞത് ചെയ്യിക്കുന്ന സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ, സാബുച്ചായന് നമുക്കൊരു മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ യുവജനങ്ങളെ വരും ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ നമുക്ക് മുന്നേ നിദ്ര പ്രാപിച്ചവരായ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് കാണിച്ചു തന്ന മാതൃകയിൽ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് ഇടയാകട്ടെ. ഈ സമയം ഒമാൻ പെന്തക്കോസ്ത് അസംബ്ലി യൂത്ത് ഫെലോഷിപ്പിൻ്റെയും ചർച്ച് കൊയറിൻ്റെയും പേരിലുള്ള എല്ലാവിധ ദുഃഖവും അനുശോചനവും പ്രിയ കുടുംബത്തോട് ഞങ്ങൾ അറിയിക്കുന്നു. ഇവിടെയുള്ള യുവാക്കളെല്ലാവരും ഈ കുടുംബത്തോടു കൂടെ എന്നും കാണുമെന്നുള്ള ഞങ്ങളുടെ ഉറപ്പായിട്ടുള്ള വാഗ്ദാനവും ഞങ്ങൾ നൽകുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുൻപിൽ സഫിഷ്യൻ്റ് ആയിട്ടില്ലല്ലോ, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എങ്കിലും
ചില മിനിറ്റുകൾ മാത്രം ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ഷെയർ സംതിങ് ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ് അക്കോർഡിംഗ് ടു ദി ബൈബിൾ. വാട്ട് ഈസ് ഡെത്ത്? വാട്ട് ഈസ് ആഫ്റ്റർ ഡെത്ത്? മരണം എന്താണ്? മരണത്തിന് ശേഷം എന്താണ്? When we study systematically the biblical philosophy of the biblical principle, there is a systematic study about the last things, what is going to happen in this world and what happened after death of all human beings are very clearly mentioned in the Bible. That systematic study we called eschatology. Eschatology means the study of last things. വേദപുസ്തകത്തെ ക്രമീകൃതമായിട്ട് പഠിക്കുമ്പോൾ അന്ത്യകാല ശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അന്ത്യകാല ശാസ്ത്രം പ്രതിപാദിക്കുന്നത് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന അവസാന നാളുകളെക്കുറിച്ചും മനുഷ്യന്റെ ജീവിതത്തിൽ മരണത്തിന് ശേഷം അവൻ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചുമാണ് ശാസ്ത്രം വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നത്. All human beings, those who are born in this world, pass through death. Death is, of course, it is sorrow, it will be tears, it will be sad, of course. But according to the Bible philosophy, Bible principle, death is not an end. It is a beginning. It is a beginning. That means the Bible very clearly says about there will be a life after death. That life is not with this mortal body, because this body is taken from the clay, taken from the soil. This body have to merge the same soil. That we are all go through the dirt and we merged in the soil. But according to the Christian principle, according to the Christian philosophy, when the trumpet blows, all the body will resurrected. That body is not an ordinary body. That will be a glorified body. Because according to the Christian principle, we believe the heaven, we believe the eternal life, we believe we will be with Jesus Christ. നാം യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും എന്നുള്ളത് നാം വിശ്വസിക്കുന്നു. നാം മരിച്ചതിന് ശേഷം മണ്ണിൽ ലയിച്ചു പോകുന്നില്ല. അതിനുശേഷം തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തെ പ്രാപിച്ച് ക്രിസ്തുവിനോടുകൂടി എന്നും എന്നേക്കുമായിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. But according to the Christian principle, the Bible very clearly says about when we live in this body, if we do the wrong things, we will get the reward according to that. We will do the wrong things, we will get reward from God according to our deeds when we are living in body. നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വരേണ്ടതാകുന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞ വാത്സല്യ സാബു ബ്രദർ, നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരിക്കാം, തൻ നാട്ടിൽ ട്രീറ്റ്മെന്റിനേക്ക് പോയി ഇവിടെ വന്ന് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഒരുപക്ഷേ ദൈവം അദ്ദേഹത്തെ ബഹുമാനിച്ചതായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാട്ടിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷെ നാം എല്ലാവരും ഒന്നിച്ച് കഴിഞ്ഞ ദിവസം ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തെ യാത്രയാക്കി. ദൈവം അദ്ദേഹത്തെ സ്നേഹിച്ചു. ഞാൻ പറയട്ടെ, ഒരിക്കലൂടെ ഞാൻ പറയട്ടെ, God loves Abraham Daniel. That's why he
stood for right. He was very clear what was right, what is wrong. He was very clear. Not any confusion, not any doubt. He was very clear because he was a God's children. അദ്ദേഹം ഒരു ദൈവത്തിൻ്റെ മകനായിരുന്നു. Dear sister Girlie, dear children, God's love you. God's love you. Maybe this is difficult to accept this. It is maybe very hard to accept. Why God do like this? If God love this dear family, why God do like this? We don't know. God do according to His will. Man proposes, God disposes. That is very clear. Let me stop my words. Of course, God bless the coming days, this family. ഒരിക്കൽ ഒരു 2 പ്രൊഫഷണൽ ആളുകൾ ഉണ്ടായിരുന്നു. 2 പേരും ഒരേ ജോലി ചെയ്തവരായിരുന്നു. ആ 2 പേര് ജോലി ചെയ്യുന്നവരും അവർ 2 പേരും റിട്ടയർഡായി കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് റിട്ടയർഡായിരുന്ന ആളുകൾ ജോലി ചെയ്തിരുന്ന കോളേജസ് എല്ലാവരും ഫോൺ ചെയ്യും. മറ്റേ ആളിന് ഒരു ഫോണും ആരും ചെയ്യത്തില്ല. ആളുകൾ ചോദിച്ച് എന്താ ചെയ്തത്, എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് തിരക്കിയപ്പോൾ മനസ്സിലായി, ജോലി ചെയ്തിരുന്നപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്ന, സ്നേഹത്തോടെ വർത്തിച്ചിരുന്ന, മറ്റുള്ളവരെ ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന ആ ആളിന് ഫോൺ ചെയ്തപ്പോഴും അത് റിട്ടയർഡായി കഴിഞ്ഞതിന് ശേഷവും ഫോൺ കോളുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുക. അല്ലാതെ ചെയ്ത ആളിന് ഫോൺ വന്നില്ല. നമ്മൾ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ കുടുംബാംഗങ്ങളെ മാത്രമേ ആ ജീവിതത്തിന് അവസാനവും മനുഷ്യർ ഓർക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. നമുക്ക് പുനർചിന്തനത്തിനുള്ള ഒരു അവസരം കൂടിയാണിത്. നമ്മൾ ഓർത്തുകൊള്ളണം. മാറാപ്രേമിന്റെ പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതാകുന്നു മനുഷ്യന്റെ സ്ഥിതിയെങ്കിൽ ധനവാൻ തന്റെ ധനത്തിൽ ആശ്രയിക്കുന്നത് എന്തിന്? ഇതാകുന്നു മനുഷ്യന്റെ സ്ഥിതിയെങ്കിൽ സൗന്ദര്യമുള്ളവർ തന്റെ സൗന്ദര്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ഇതാകുന്നു മനുഷ്യന്റെ സ്ഥിതിയെങ്കിൽ വിദ്യയുള്ളവൻ തന്റെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? നാം എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും നാം എല്ലാവരും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകേണ്ടവരാണ്. പക്ഷേ ദൈവം സദാസമയവും, even though we travel the valley of tears, we pass through the valley of darkness, God be with us. ദൈവം ഈ കുടുംബത്തോടു കൂടെ ഇരിക്കട്ടെ. ദൈവം നമ്മളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ. Is called up yonder, when the roll is called up yonder, when the roll is called up yonder, when the roll is called up yonder, I'll be there. Praise the Lord. To all who are gathered here, greetings to you in the name of our Lord and Savior Jesus Christ. I'll read 2 words from the Bible before I move on to something else. Psalms 103 verse 1 and 2. Praise the Lord, O my soul, all my inmost being, praise His holy name. Praise the Lord, O my soul, and forget not all His benefits. The second verse which I would like to read is 1 Thessalonians chapter 4 verse 16. For the Lord Himself will come down from heaven with a loud command, and with the voice of the archangel, and with the trumpet call of God. And the dead in Christ will rise first. After that, we who are still alive and are left will be caught up together with them in the clouds to meet the Lord in the air. And so we will be with the Lord forever. Therefore, encourage each other with these words. To everybody who is here, Upapan, who is actually my dad's brother. My dad actually also just passed away just 8 months back. My dad and Upapan actually shared a very closer bond than most of his other brothers.
He was dear to all of us, and his loss cannot be repaired. In the first verse, it reminds us to remember of all our blessings. He was a blessing to all of us. He has touched all of our hearts. Through thick and thin, he's always stood for what is right. And we have been encouraged that yes, he was chosen to be a blessing for us, but God chose him to be the first among who will greet him first. Praise the Lord for that. For those, all of you who have gathered here, thank you once again. I'm here actually on behalf of all our family members. I would like to convey to the church that my grandfather and one of my uncles who is with him in the USA both will be traveling this week. One more uncle will be traveling from the UK also. I request all of you to pray for all of us. Thank you for the support that you have given us, to all who are here. Pastor, church members, Mr. Hatim, Mr. Raj. Thank you once again. Please remember us in all your prayers. Thank On behalf of the church, I express our sincere thanks to all of you who have come, especially from Al Roya Publications. I would like to say a small briefing about Brother Abraham Daniel. Abraham Daniel, as we have seen, he was 49 when we passed away. He joined the Oman Pentecost Assembly in 1991, and he worked in Al Roya Publishing Company. His father, Daniel Achayan, I think you all might have seen him. He came here for a short visit, few years before. He is 80s. Daniel Achayan. Please pray for his peace. And his brother, Anian Kunya, he is in US. We are expecting them to come to reach Kerala by Monday evening or Tuesday morning. Brother Tangachan, he was here
Sabu's brother was another brother Tangachan. He was here few years before. He worked in a pharmacy, and now he is back in the UK. Sister Rosamma, her husband Abraham John is our member. Now he is back in Kerala on his leave, and another brother also is there, Pastor Shaji. He is doing the Lord's ministry in Nagaland. These are the small briefing about Sabu and his family members. I would like to say further what is going to happen in this another 2 days' time. That also I want to explain before you, just for your information. Friday morning, that is tomorrow morning, the OPA Church will be having the usual worship in the Good Shepherd Hall, and in the evening, worship will be taking place as usual. At the end part of the worship tomorrow evening, at the end part, few minutes, 15-20 minutes, we will separate again for a few people who has to express their condolences. That is also being arranged. And Saturday evening, we are arranging a small prayer meeting in late Sabu's house at Wadikabur Saturday evening. Please take a note of that. And God willing, we have given an obituary in the that means the condolences of the church in the Times. It will appear on Saturday's edition, and we are expecting, God willing, we are expecting the embalming to take place by Monday, 12 o'clock, as per the present setup. By Monday by 12 o'clock, the embalming will take place, and after that, we wish to bring that coffin to the Ruvi Church, say 2-ish. We will transfer that information to all of you through SMS, but you also contact us for the correct information. That also your duty. At the same time, I would request Sheikh Hatim, and I had a lovely talk with him this afternoon. He has promised me all the assistance and help that he can do with the ROP to take the permission to bring the body to the Ruvi Church. He has, when we talked, he agreed all the necessary help in the coming days for the dispatching of the body as well. Thank you very much, Hatim. The next one, and funeral, anticipated the funeral will take place 1:30 on a Tuesday. That is as per the present plan. This may all will change little up and down, just anticipated timing only. I'm telling funeral anticipated by 1:30 Tuesday. These are the coming days programs I said, and most probably our pastor also will accompany the body to Kerala, and we all pray for the peace and the comfort of the family. Now, I had a lot of things to say in my mind, but I don't want to spend the time. The time is up now. Once again, I thank you for each and everybody who has come and attended this funeral service. And especially, once again, I thank you, Haptim and the team, Warrior and Bush, everybody. Once again, thank you very much. Now, God may bless you. Thank you. In the matchless name of our Savior, Lord Jesus Christ, as you all know, why we are here, because our beloved brother, Abraham Daniel Sabu, he is no more with us. That's why we are gathered here. I am here to say thank you for those who are come here to attend the meeting and share the word of God, also the good words you have shared with us. First of all, I like to say to thank you to our Almighty God. Our God's presence is here. That's why, even though we are going through the sorrow and pain, we are comfortable here.
First of all, I'd like to say thank you to Mr. Hatim Muhammad Al-Sai, Chief Editor of Al Raya newspaper and the Chairman of the company. Again, Mr. Chandrasekharan, Financial Officer, Mr. Ahmad Saud, General Manager of Al-Anal Printing Press, Mr. Raja Warrior, Editor of Al Raya Publication, and the company staffs. We are thankful to you. We are grateful to you. You have joined with us, and especially our beloved brother Abraham Daniel's family, those who are going through the real pain and sorrow. We are grateful to you all. Then again, I'd like to say thank you to all children. They were very much quiet today. So we are thankful to you. And those who are gathered, and also those who are shared their experiences. Also they said the good words about Abraham Daniel. We will remember him, all the good things what he has done in the church, in the company, and in this family. We never forget him. This time, on behalf of Oman Pentecostal Assembly and the Church Council, I again express our thankful and grateful to you all, those who are participated in the meeting. I like to say to the family, your father is no more in the earth, but our heavenly Father is alive. He is a living God. He is a loving God. He leads you. He is faithful to you and all. Also, I like to say thanks to the chairman and the president of the OPA. Also, all the church members, brothers and sisters, and those who are gathered from outside as well. We are thankful to you. May the God bless you all. Praise the Lord. We'll stand up for prayer. വിശ്വാസങ്ങളെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, തിരുനാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ സന്തോഷത്തിനും ഞങ്ങളുടെ സന്താപത്തിനും കർത്താവിൻ്റെ പാദപിടുത്തെങ്കിലേക്ക് അടുത്ത് വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ പദവിക്കായി നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് തത്സമയത്ത് കരുണ ലഭിക്കാനും സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനായി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് വരിക എന്ന് കർത്താവേ, നിൻ്റെ വചനം ഞങ്ങളുടെ സ്തോത്രം. ഞങ്ങളിവിടെ കൂടിയതിൻ്റെ ഉദ്ദേശം ഞങ്ങളുടെ കർത്താവ് അറിയുന്നുവല്ലോ. ഇത്രത്തോളം ഞങ്ങളെ ആശ്വസിപ്പിച്ചു, ഇത്രത്തോളം ഞങ്ങളെ കരുതിയ അവിടുത്തെ ദയക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മോശ പ്രാർത്ഥിച്ചതുപോലെ യഹോവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. നീ പർവ്വതത്തെ ഉണ്ടാക്കിയതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ അനാദിയായും ശാശ്വതമായും നീ ഞങ്ങളുടെ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് തിരികുമാറാകുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നല്ലോ കർത്താവേ. മർത്യൻ ഹല്ലേലൂയ പ്രബലനാകുന്നില്ല. കർത്താവേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങൾക്ക് അവിടുന്ന് ബുദ്ധി ഉപദേശിച്ചു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഒരു മനപ്പെട്ട് കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 49 വർഷക്കാലം ഈ ഭൂമിയിൽ എൻ്റെ കർത്താവിനെ സേവിക്കുകയും മാനിക്കുകയും ചെയ്ത കർത്താവേ, അങ്ങയുടെ ദാസൻ ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ വിശ്രമത്തിലായിരിക്കുന്നു. അതോടനുബന്ധിച്ച് കർത്താവേ, ഞങ്ങൾ ഹൃദയത്തിൽ മുറിവുള്ളവരായി ഭാരമുള്ളവരായി മാനുഷികമായി ആയിരിക്കുന്നുവെങ്കിലും സർവാശ്വാസങ്ങളുടെ ഉറവിടമായ കർത്താവ്
നിൻ്റെ വചനം കൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിച്ച് നടത്തിയ എല്ലാ കൃപകൾക്കായും നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളിപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ തലകളെ വണക്കി നിൽക്കുന്നത് കർത്താവെ, ഞങ്ങൾ ഹല്ലേലൂയ തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. കർത്താവെ, നിൻ്റെ മക്കളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ കേളിക്കായി സ്തോത്രം, തിമോത്തിക്കായി സ്തോത്രം, ലിഡിയയ്ക്കായി സ്തോത്രം, ജോനഥാനായി സ്തോത്രം. കർത്താവെ, നീ വിധവയ്ക്ക് ഹല്ലേലൂയ കാന്തനും അനാഥർക്ക് പിതാവുമാണ്. നീ ഞങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് നിന്റെ വചനമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ദൈവസന്നിധിൻ്റെ മക്കളെ കർത്താവെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മാനുഷികമായി ഞങ്ങൾക്ക് കർത്താവെ അവരെ ആശ്വസിപ്പിക്കാൻ പരിമിതി ഉണ്ടെങ്കിലും ഹല്ലേലൂയ സ്വർഗത്തിലെ ഹല്ലേലൂയ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അവരെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, മുമ്പോട്ടുള്ള വിഷയങ്ങളിൽ നീ അവരുടെ കരം പിടിച്ച് നീ വഴി നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഇതിലേ പോകൂ, ഇതാകുന്നു വഴി എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇമ്പശബ്ദം നിന്റെ വരവ് താമസിക്കുന്നത് അവരെ കേൾപ്പിച്ച് വഴി നടത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ഹല്ലേലൂയ വിഷമത്തിലായിരിക്കുന്ന എല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചാൽ സാബുവിൻ്റെ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വാർദ്ധക്യത്തിലായിരിക്കുന്ന പിതാവിൻ്റെ യാത്ര ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്വാസത്തോടെ, ബലത്തോടെ, ദൈവകൃപയോടെ കർത്താവെ മറ്റുള്ളവർക്ക് ആശ്വാസമാകുവാൻ തക്കവണ്ണം നിന്റെ ദാസനെ കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരന്മാരെ ഇരുവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ യാത്രയിലായിരിക്കുന്നുവല്ലോ കർത്താവ്, യാത്രയിൽ അവർ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നുവല്ലോ, യാത്രയിലൂടെ നീളം ദൈവകൃപ കൊണ്ട് ആനന്ദിപ്പാൻ സഹായിക്കണമേ. കർത്താവെ, തൻ്റെ ഹല്ലേലൂയ സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കും കുടുംബമായിട്ട് സഹായിക്കണമേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്ന് രാത്രികാലം ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സർവാശ്വാസങ്ങൾ എവിടെയൊക്കെയും പ്രവർത്തിക്കണമോ അവിടെയൊക്കെയും കടന്നു ചെന്ന് കർത്താവെ ആശ്വാസത്തിൻ്റെ വഴി കർത്താവെ അവരെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ തൻ്റെ ബോഡിയൊക്കെയും കടന്നു പോകേണ്ടതുണ്ട്. അതിന്മേൽ അനേക വിഷയങ്ങൾ പ്രവർത്തിച്ചെടുത്തുകൊണ്ട് എല്ലാ ഫോർമാലിറ്റിയും തക്ക സമയത്ത് ചെയ്തെടുപ്പാനുള്ള ദൈവകൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തൻ്റെ സംസ്കാര ശുശ്രൂഷ വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവെ, സകല വിധത്തിലും ഇത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ സന്നിധിയിൽ കർത്താവെ അനേകർക്ക് അതൊരു ബുദ്ധി ഉപദേശത്തിനായി ദൈവസന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നതിനായി ദൈവകൃപയിൽ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കേണ്ടതിനായി ദൈവം ഇതൊരുക്കുക. നന്ദിയോടെ സ്തോത്രം. കടന്നു വരുന്ന സൂക്ഷിക്കാൻ കടന്നു വരുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇവിടുത്തെ ഞങ്ങളുടെ ഇടയിൽ സൂക്ഷിക്കുന്ന കർത്തദാസനെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിരദാസൻ ഈ വിഷയങ്ങളൊക്കെയും കൈകാര്യം ചെയ്യാനുള്ള ദൈവകൃപ പിന്നെയും സമൃദ്ധിയായി നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഓരോ വ്യക്തികളെയും ദൈവ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാണമേ. ഇന്ന് രാത്രികാലം ഇവിടെ കൂടിയിരിക്കുന്ന ഈ സദസ്സിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, തൻ്റെ കമ്പനിയിൽ നിന്ന് കർത്താവെ തൻ്റെ കൊളീഗ്സ് കടന്നു വന്നിട്ടുണ്ടല്ലോ, അവരെല്ലാവരെയും കർത്താവ് മാനിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് ഒന്നിച്ച് തിരുനാമത്തെ ഈ ദേശത്ത് പിന്നെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് പ്രാർത്ഥന എടുക്കിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടിയും പ്രത്യേക ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തോടുകൂടിയും ഇപ്പോഴും എപ്പോഴും ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും.